നമ്മൾ ഉപയോഗിക്കുന്ന ഭാഷ കാര്യങ്ങളൊക്കെ ഒന്ന് നമുക്ക് ശ്രദ്ധിക്കണം. ദേഷ്യം എന്ന് പറയുന്ന എല്ലാവർക്കും ഉള്ളതല്ലേ, അത് കാണിക്കാതിരിക്കാനും കൂടെ നമ്മൾ ശ്രമിക്കണം. ഉറപ്പായിട്ടും. അതിനർത്ഥം നിങ്ങളുടെ ഹീറോ തോറ്റെന്നാണോ? തോറ്റുപോയി. ഇപ്പൊ നിങ്ങളുടെ ഹീറോ എന്ത് ചെയ്യുന്നു? വിൽ ഹി ഗീവ് അപ്പ്? മുറിവേറ്റ സിംഹത്തിന്റെ ശ്വാസം ഗർജനത്തെക്കാൾ ഭയങ്കരമായിരുന്നു. കൊടിയേറി മക്കളെ അങ്ങോട്ട് നോക്കണം. പുറപ്പെട്ടു. പക്ഷെ പോകുന്ന വഴി ഏതെന്നവൻ അറിയില്ല, എത്തേണ്ട സ്ഥലത്തെക്കുറിച്ചും അറിയില്ല. ബിഗ് ബോസ് വീട്ടിലേക്ക് വീണ്ടും സ്വാഗതം. நான் வீழ்வேன் என்று நினைத்தாயோ? എന്റെ പൊന്നളിയാ കണ്ണിൽ എന്നോച്ച് കാത്തിരിക്കായിരുന്നു അളിയാ. ലാലേട്ടൻ എന്റെ കയ്യിൽ അമർത്തി ഒരു പിടി പിടിച്ചു. അന്ന് എനിക്ക് കിട്ടിയൊരു എനർജി എന്റെ ലൈഫിൽ അവസാനം വരെ എനിക്കിനി അല്ല സാറ് വലിയൊരു മനുഷ്യനാണെന്ന് പറയായിരുന്നു. കേക്ക് തീപ്പൊരിയല്ല, ഇപ്പൊ ഞാൻ വന്നിരിക്കുന്ന ഒരു കാട്ടുതീവായിട്ടാണ്. ദമു എന്ത് പറ്റിയടാ? 2 ഓലക്കീറോ വെള്ള തുണി എടുത്തോളൂ എന്നെ മൂടാൻ. അത് ഞാൻ കത്തിച്ചിട്ട് ഇവിടുന്ന് ഞാൻ ഇറങ്ങി. കടുപ്പായി പോയി. അത്രയ്ക്ക് അങ്ങോട്ട് വേണ്ടിയിരുന്നോ? ഇനി നമ്മൾ എന്ത് ചെയ്യുമല്ലയ്യ? നീ ഒന്നും ചെയ്യണ്ട. തീപ്പൊരിയല്ല, ഇപ്പൊ ഞാൻ വന്നിരിക്കുന്ന ഒരു കാട്ടുതീവായിട്ടാണ്. അത് ഞാൻ കത്തിച്ചിട്ട് ഇവിടുന്ന് ഞാൻ ഇറങ്ങി. പഴശ്ശിയുടെ യുദ്ധങ്ങൾ കമ്പനി കാണാൻ പോകുന്നതേ ഉള്ളൂ. കഥ ഇനിയാണ് ആരംഭിക്കുന്നത്. അത്രേ ഉള്ളൂ. തൽക്കാലം ഇത്രേ ഉള്ളൂ. പോയിക്കോളൂ. സന്തോഷമായി. ശരി, താങ്ക്സ്.